Hello guys, welcome to weekly analysis video. നമുക്ക് മൺഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സെറ്റപ്പ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി ചാർട്ടാണ്. ലാസ്റ്റ് വീക്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സ്ട്രോങ് ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇതിന് ഫോളോ ആയിട്ട് ഒരു സെല്ലിംഗ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു മെയിൻ പോയിന്റ് ആയിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ 25,089 എന്നുള്ള ആ ഒരു ലെവല്. കാരണം ഇതൊരു പ്രീവിയസ് സ്വിങ് ഹൈ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തത്. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് മൺഡേ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഫ്രൈഡേ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വേണ്ടത് മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ട്രേഡിംഗ് സെല്ലിംഗ് സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ അതിനുവേണ്ടി നോക്കേണ്ടത് അപ് സൈഡിലുള്ള എന്തൊക്കെ റെസിസ്റ്റന്റ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈൻ, അതായത് ഇവിടെ ഞാൻ ബ്ലാക്ക് ആക്കിയിട്ട് മാറ്റിയത്, ഈ ഒരു ബ്ലാക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ലെവലാണ്. കാരണം ഇത് ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ഇതൊരു 25,000, അതായത് നിഫ്റ്റിയുടെ ഒരു സൈക്കോളജിക്കൽ ലെവലാണ് 25,000 എന്ന് പറയുന്നത്. മാർക്കറ്റ് 25,000ന്റെ താഴെ നിൽക്കുമ്പോഴൊക്കെ അത് ഒരു ബിയറിഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ നാളത്തെ മാർക്കറ്റിൽ മെയിൻ നോക്കേണ്ടത് ഈ ഒരു 25,000 എന്നുള്ള ലെവല് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്ത 25,000. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം അതാണ്. കാരണം ഇവിടെ മാത്രമല്ല 25,000 നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 25,000ൽ ഒരുപാട് ആൾക്കാർ കോള് സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിഗ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവര് ഈ 25,000ന്റെ താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം മാർക്കറ്റ് സെല്ലിംഗ് ആണ്, ബെയറിഷ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും ഈ 25,000 എന്നുള്ള മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് വീണ്ടും ടെസ്റ്റ് ചെയ്യുമോ, അത് ബ്രേക്ക് ചെയ്യുമോ, ഈ ഒരു കോൾ സെല്ലേഴ്സ് ഒക്കെ ഇവരെന്ത് ചെയ്യും, ഇതൊരു ഷോർട്ട് കവർ ചെയ്യും. ഇവര് ഈ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 25,000 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് മെയിൻ ലെവൽസുകൾ ഇനി എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ പ്രിഫറൻസ് സെല്ലിംഗ് സൈഡാണ്. മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡൊക്കെ തന്നെ മൂവ്മെന്റ് ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് കണ്ടീഷനിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു 2 days മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയ ഒരു ലെവലാണ് ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്യുന്ന ഈ ഒരു ലെവൽ. ഇതിവിടെ എന്ന് വെച്ചാൽ 2 ദിവസം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഉണ്ടായിരുന്ന അതേ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവല്, അതായത് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട്, മാർക്കറ്റ് ചിലപ്പം ഫ്ലാറ്റ് ഓപ്പണോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു
ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്. കാരണം നമ്മൾ മാർക്കറ്റ് ബിയറിഷ് ആകുമ്പോൾ സെല്ലിംഗ് സൈഡേക്ക് തന്നെയാണ് കൂടുതൽ ട്രേഡ് പോസിബിലിറ്റി ഉള്ളത്. സോ ഫസ്റ്റ് അതാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു പോസിബിലിറ്റി ഉള്ളത്. ഇനി അതല്ല, ഇതുപോലെ മാർക്കറ്റ് ഇൻകേസ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണ്, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റ് പോവുകയാണ്, ഈ ഒരു 25,000 ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് വീണ്ടും തരികയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പം നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബേറിഷ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ക്യാൻഡിൽ നല്ലൊരു സെല്ലിങ് കൂടി ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി. ഇനിയും ഇവിടെ ഒരു വീക്കിലി റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് ഈ ഒരു സിംഗിൾ ലോന്റെ അടുത്ത് വരെ വീണ്ടും വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊക്കെയാണ് നാളത്തെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട. മാർക്കറ്റ് കഴിഞ്ഞ ഒരു ട്രെൻഡിങ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ മൺഡേയും നിങ്ങൾക്ക് ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. ചിലപ്പം ഇതുപോലെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ കുറേ ദിവസം മാർക്കറ്റ് സൈഡ് വൈസ് തന്നെ ആയിരുന്നു. സോ മേ ബി ഇനിയും അങ്ങനെയുള്ള സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ആദ്യം ഒബ്സർവ് ചെയ്യുക, മാർക്കറ്റിന്റെ മൂവ്മെന്റുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. പലരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മാർക്കറ്റ്. കാരണം ഇപ്പം കുറെ ആളുകൾ അധികവും ഒരു ബിയറിഷ് ക്യാൻഡിലൊക്കെ കാണുമ്പോൾ ഫുള്ള് സെല്ലിംഗ് സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിൾ. പക്ഷെ മാർക്കറ്റ് പോവാതിരിക്കാം. നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, എന്നിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ എങ്ങനെയാണെന്ന് നോക്കുക. നാളെ ഇപ്പം മൺഡേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ മൺഡേ ട്രേഡ് ഒഴിവാക്കുക. എന്നിട്ട് അതിന്റെ അടുത്ത ദിവസം മാർക്കറ്റ് വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ കൺഫേം ആയ ശേഷം മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ മതി. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രേഡിംഗിൽ സക്സസ് ആവാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.